തോട്ടെടുക്കുമ്പോ വലിച്ചാല് സൗണ്ട് വരും. ലൈറ്റ് ആയിട്ടുള്ള ഒരു തീം ഒരു ഡാർക്ക് മാറി. അതാണ് മെയിൻ ആയിട്ട് ഇതിൽ കാണുന്ന ഒരു അട്രാക്ഷന്. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മളെ വാപ്പുട്ടിൻ്റെ സിവിക്ക് ഉണ്ട്, വർക്കെല്ലാം കഴിഞ്ഞിങ്ങനെ കുളിച്ച് കുട്ടപ്പനെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ക്യാമറൻ്റെ തൊട്ട് പുറകെ വാപ്പുട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള മടി കാരണം അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. നമ്മൾ കുറേ മുമ്പ് ഈ ഒരു വണ്ടീൻ്റെ വീഡിയോ ചെയ്തിനി. അതായത് ഈ ഒരു വണ്ടി സ്റ്റോക്കിലായിരുന്ന സമയത്ത് അലോയ്സ് ആയാലും കളറായാലും മൊത്തത്തിൽ ആ ഒരു വണ്ടി കണ്ടാൽ ഈ ഒരു വണ്ടിയാണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. വണ്ടി അടപടലെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. വണ്ടീൻ്റെ ഉള്ളായാലും പുറമായാലും മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ആ ഒരു കളർ തീമേ മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടീൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. വണ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചേഞ്ച് വന്നിട്ടുള്ള എല്ലാ കാര്യം പറഞ്ഞുതരാം. കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വാപ്പുട്ടി ക്യാമറൻ്റെ പുറകെ ഉണ്ട്. വാപ്പുട്ടി എന്തെങ്കിലും പറയും. എന്തായാലും വണ്ടി കണ്ടില്ലേ? പണ്ട് കണ്ട വണ്ടിയാണോ ഇപ്പോൾ കാണുമ്പോൾ എന്തൊക്കെ മാറ്റം തോന്നുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ? എനിക്കോ? എനിക്കെന്താ, വണ്ടി അന്ന് കണ്ട വണ്ടിയല്ല ഇപ്പോൾ. വണ്ടി മൊത്തം മാറിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവന് പറയുമ്പോൾ ചിലപ്പോൾ അത്ര തോന്നൂല. കാരണം ഈ ഡേ ബൈ ഡേ കാണുന്നുണ്ട് വണ്ടിന്റെ ചേഞ്ച്. പക്ഷെ ഞാൻ അറിയുമ്പോൾ ആ ഒരു കോലത്തിൽ നിന്ന് പിന്നെ കാണുന്ന ഈ ഒരു കോലാണ്. അപ്പൊ എന്തായാലും എനിക്ക് ആ മാറ്റം മനസ്സിലാവും. അപ്പൊ നമുക്ക് എന്തായാലും വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഓരോ കാര്യങ്ങൾ എന്തൊക്കെ ചേഞ്ച് വരുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഉള്ളോട്ട് ഇട്ടാൽ മതി. നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം സ്പോട്ടിൽ തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് പോകാം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിലൊരു 90% വർക്കും നിങ്ങൾ എല്ലാവരും കൂടി എടുത്താലേ? പുറത്തൊക്കെ അങ്ങനെ വർക്ക് പോയിട്ടില്ല. ഇവല് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഇവരുടെ ഫ്രണ്ട്സ് സംഭവമൊക്കെ ഈ ഒരു വർക്കൊക്കെ ചെയ്യുന്ന സെറ്റപ്പ് കാര്യമൊക്കെ ഉണ്ട് അല്ലേ? എല്ലാവരും കൂടി അങ്ങ് ചെയ്തെടുത്തൊരു വർക്കാണ്. അപ്പോൾ അതും കൂടെ ഉണ്ട്. അപ്പോൾ അതാണ് വേറെ വണ്ടി വെച്ച് നോക്കുമ്പോൾ ഇതിലുള്ളൊരു സ്പെഷ്യൽ അതാണ്. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ എന്തൊക്കെ ചേഞ്ച് കാര്യമൊക്കെ ഉള്ളതെന്ന് നോക്കിയിട്ട് ഇങ്ങനെ ആ ഒരു വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുതരാം. വാപ്പുട്ടിയും കൂടെ ഉള്ളതുകൊണ്ട് എന്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു എളുപ്പമാണ്. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് ബൈക്കിൻ്റെ മാതിരി ഇതിനെ കുറിച്ച് അത്രയ്ക്ക് നോളജ് ഇല്ല. സോ എന്താ പറയുക, വാപ്പുട്ടി ഉള്ളത് ഒരു ഹെൽപ്പാണ്. ഗൈസ്, അപ്പോൾ വണ്ടീൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ നോക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ മൊത്തമുള്ള കാര്യം പറഞ്ഞുതരാം. അതായത് ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ആദ്യം ഒരു റെഡ് കളർ ഇനി ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു സാമ്പിൾ ഫോട്ടോ. അപ്പോൾ ആ ഒരു കളറിൽ നിന്ന് ഈ ഒരു കളർക്ക് മാറിയിട്ടുണ്ട്. ഈ ഒരു കളർ എന്ന് പറയുമ്പോൾ ഒരു ഡുവൽ ടോൺ കളറാണ് അല്ലേ? പേരെന്താ കളറിൻ്റെ കറക്റ്റ് നെയിം? പോപ്പ് ഗ്രീൻ. അതായത് നമ്മളൊരു ഡാർക്ക് ആയിട്ടുള്ള സ്പോട്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് തോന്നും. അതുപോലെ ഇതിലോട്ട് ലൈറ്റ് അടിക്കുമ്പോൾ ഒരു ഗ്രീൻ ആയിട്ട് തോന്നും. നൈറ്റ് തന്നെ കറക്റ്റ് വിഷൻ കിട്ടും. കാരണം നൈറ്റ് വൈറ്റ് ലൈറ്റ് അടിക്കുമ്പോൾ ഗ്രീനിൻ്റെ ഷെയ്ഡ് കറക്റ്റ് കാണും. വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുമ്പോൾ ആ ഒരു കളർ ചേഞ്ച് ആണ്. പിന്നെ ഫ്രണ്ടിൽ നിന്നുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ മെയിനായിട്ട് ലിപ്പ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഫോഗ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ DRL ചെയ്തിട്ടുണ്ട്. ഈ ഒരു DRL എന്ന് പറയുമ്പോൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആണ്. പ്രൊജക്റ്റും ചെയ്തിട്ടില്ലേ? പ്രൊജക്റ്റും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോണിൽ ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ ഇതിലോട്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബൈക്കിലൊക്കെ ചെയ്യില്ല. RGB ആ ഒരു സെറ്റപ്പാണ്. അതുപോലെ താഴെ ഒരു ചെറുതായിട്ട് മിനി ഫോഗ് ചെയ്തിട്ടുണ്ട്. മിനി അല്ല, താഴെ ഒരു ഫോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് സൈഡിലുള്ള ഒരു ലുക്ക് ഈ ഒരു രീതിക്കാണ്. പിന്നെ അതുപോലെ ഈ ഒരു ഹോണ്ടൻ്റെ ഈ ഒരു ബാഡ്ജിങ്ങും അതുപോലെ ഈ ഒരു ചെറിയ പോർഷനും ഇത് ശരിക്കും ഡീക്രോമായിട്ട് വരുന്ന സാധനമല്ലേ? അതെ, ഡിപ്പ് ചെയ്തില്ലേ? അത് ഈ ഒരു ടൈപ്പിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മളെ ഫ്രണ്ടിലത്തെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ ഇഷ്ടപ്പെട്ട സാധനം എന്താ അറിയോ? ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഈ ഒരു വെറൈറ്റി ആയി നിൽക്കണ ഈ വണ്ടിയിൽ ഇതിൻ്റെ വൈപ്പറാണ്. ആ ഒരു സെറ്റപ്പ് നല്ല ഇഷ്ടം. വേറെ ഏത് വണ്ടിക്കും വരുന്നില്ലല്ലോ. അത് സിറ്റിക്കോ അല്ല സിവിക്കിന് മാത്രമല്ലേ ഉള്ളൂ. അതെനിക്ക് നല്ല ഇഷ്ടം. അതായത് വൈപ്പർ ബസ്സിനൊക്കെ ഉണ്ട്, വലിയ വലിയ ബസ്സിനൊക്കെ ഉണ്ട്. പക്ഷെ കാറിൽ ഞാൻ സിവിക്കിനാണ് കാര്യമായിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പം അങ്ങനെയാണ് ഫ്രണ്ടിലത്തെ കാര്യങ്ങൾ. അപ്പം നമുക്ക് ഒരു സൈഡിലോട്ട് പോലെ. അപ്പോൾ ഈ ഒരു സൈഡിൽ പോവുകയാണെങ്കിൽ ഈ മിറർ ഇതെന്താ സാധനം? ഇതിനെന്താ പറയുക? ബാറ്റ്മാൻ മിറർ കവറാണ്. ബാറ്റ്മാൻ മിറർ കവർ. അപ്പം മിററിൻ്റെ എന്താ പറയുക ലുക്ക് ഒന്നും കൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കവർ ചെയ്തിട്ടുണ്ട് ഇതിന്. അതുപോലെ ഇതിലൊരു കൂടുതൽ വർക്കും ഉള്ളിലാണ് കയറി. ശതമാനം വർക്ക് ഇതിനുള്ളിലാണ് കയറിയത്. അപ്പോൾ അത് നമുക്ക് ഉള്ളിൽ കാണുമ്പോൾ കാണാം കേട്ടോ. അതെന്തായാലും എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുള്ളിലത്തെ ഒരു സീറ്റായാലും ഒക്കെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കണ്ടപ്പം. അപ്പോൾ സൈഡിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ കാര്യമായിട്ടുള്ളത് ഈ പറഞ്ഞ സ്കേർട്ട് മാത്രം കേട്ടിട്ടുള്ളൂ. അടിയിലുള്ള സ്കേർട്ട് വന്നിട്ടുണ്ട്. പിന്നെ അലേവിയില് കാര്യങ്ങൾ, പിന്നെ സ്പോയിലർ ബാക്കിൽ സ്പോയിലറും കാര്യങ്ങളും. ഒരു സ്കേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വണ്ടി നല്ല ലോവറായ മറ്റേ സിസ്റ്റം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ യൂസ് ചെയ്യാനാണ് ഇങ്ങനെ ഏറ്റവും ബെറ്റർ. പിന്നെ ഇതിൽ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാത്ത CNG വരുന്നുണ്ട്.
CNG വന്നിട്ട് ഒന്നും കൂടെ ലോവറായിട്ട് നിൽക്കും. നമുക്ക് മറ്റേ എയർ ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന ഇപ്പോൾ പണിയാണ് മറ്റേ സ്പ്രിങ് കട്ട് ചെയ്ത് കണ്ട് ലോവർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി CNG കയറിക്കണം ഒന്നും കൂടെ ലോവറായിട്ട് നിൽക്കും. അങ്ങനെയൊക്കെയാണ് വണ്ടിൻ്റെ കാര്യം. ഇനി ബാക്കിലേക്ക് പോകാം അല്ലേ? അതെ, ബാക്ക് സൈഡ് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് ഉള്ളിൽ കയറാം. ബാക്കിലത്തെ ഒരു ലുക്ക് എങ്ങനെയുണ്ട്? ബാക്കിലുള്ള മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുമ്പം ഈ ഒരു സ്കേർട്ടാണ്. ഇത് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തല്ലേ? ഇതെല്ലാം ഇവരെന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള കാര്യമാണ്. ഇതിൽ 2 സൈലൻസർ ഉണ്ട്. വർക്കിംഗ് അല്ല, അത് ഒന്നും വരെ 2 വരാം. ഞങ്ങൾ ഒന്ന് കട്ട് ചെയ്ത് കണ്ട് 2 സൈഡ് ആക്കിയത്. സംഭവം 2 ഇപ്പോൾ വർക്കിംഗ് ആണ്. അല്ല, ഒന്ന് ഡെമ്മിയാണ്, ഒന്ന് വർക്കിംഗ് ആണ്. വേറെ ഒന്ന് ഉള്ളിലുണ്ട്, അത് എക്സോസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമുണ്ട്. ഇത് വേണമെങ്കിൽ കൊടുക്കുക, പക്ഷേ അതിനൊരു വയറിൻ്റെ വെച്ചിട്ട് അങ്ങനെ ചെയ്ത് വെച്ചാണ്. പിന്നെ ഇതിൽ നോർമലി സ്റ്റോക്ക് വണ്ടിയിലൊന്നും ക്യാമറ ഉണ്ടാവില്ലല്ലോ, റിവേഴ്സ് ക്യാമറ. ഇല്ലല്ലോ, അതൊക്കെ ഇത് സെറ്റ് ചെയ്തില്ലേ? ഇതാണ് റിവേഴ്സ് ക്യാമറന്റെ ആ ഒരു സാധനം. ഇതിന്റെ സ്റ്റീരിയോ കണ്ട് ഞാൻ അതെന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുപോലെ ബാക്കിലുള്ള വേറൊരു അട്രാക്ഷൻ ആണ് ഈ ഒരു സ്പോയിലർ. അപ്പോൾ സ്പോയിലർ പുറത്തുനിന്ന് എടുത്താലേ? സൈഡത്തെ ലിപ്പും ഈ ഒരു സ്പോയിലറാണ് പുറത്തുനിന്ന് എടുത്തിട്ടുള്ളത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം കസ്റ്റമൈസ് ചെയ്ത് സെറ്റ് ചെയ്താണ്. ഈ സ്പോയിലറിൽ ഒരു കളർ ചേഞ്ച് ഉണ്ടല്ലേ സെൻട്രൽ ഭാഗം? അത് മാത്രം ഒരു വെറൈറ്റി ആക്കിയല്ലേ? അപ്പം അങ്ങനെയൊക്കെയാണ് ബാക്ക് സൈഡിലെ കാര്യം. പിന്നെ ഇത് വേറൊരു കാര്യമുണ്ട്. ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ആപ്പുട്ടിയും സിനാനൊക്കെ കൂടി മഹാരാഷ്ട്രയിൽ പോയി ഓടിച്ചോണ്ടെന്നല്ലേ? അവിടെ പോയി എടുത്തോണ്ട് വണ്ടിയാണ്. അപ്പോൾ MH ഇനി അത്രയും കാലം നമ്മൾ അന്നത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, അതിലൊക്കെ MH ആണ്. ഇപ്പോൾ ഇത് KL മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിഞ്ഞില്ലേ? എല്ലാം പേപ്പറൊക്കെ കഴിഞ്ഞില്ലേ? അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. പിന്നെ ഈ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ ആ ഒരു സൈഡിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഒരുപാട് വർക്ക് കയറാനുണ്ട്, പക്ഷേ നമുക്ക് വണ്ടി പെട്ടെന്ന് ആവശ്യമായതുകൊണ്ട് വർക്ക് ഇറക്കിയെന്നുള്ളൂ. കുറച്ച് അല്ലറച്ചിലെ വർക്കുകൾ ഇതിന് കയറാനുണ്ട്. അത് ബാക്കിലെ ആ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആണ്. അപ്പോൾ അത് ഞാൻ ചോദിച്ചപ്പോഴും ഓൻ അതാ പറഞ്ഞത്, വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടില്ല, എന്തായാലും കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇങ്ങനെ പതുക്കെ ഇറക്കൂലേ. ആ റിവീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി യൂസും ഉള്ളതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഇറക്കി എടുത്താലേ. ഞാൻ ലീവിന് വന്നല്ലേ, അപ്പോൾ എനിക്ക് പോകാനാണ്. അപ്പോൾ അതിനുള്ള വണ്ടി ഇറക്കി കുറച്ചൊന്ന് ഓടിച്ചാണ്ട് പോയി വെച്ചാണ്ട് ഇങ്ങനെ വെച്ചാണ്. അതെ അതെ. അപ്പം എന്തായാലും നമുക്ക് ഇനി ഉള്ളിലത്തെ കാര്യങ്ങൾ നോക്കല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി ഉൾസൈഡ് നോക്കാൻ വേണ്ടി പോവാണ്. ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള അതുപോലെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഉള്ളിൽ ചെയ്തെന്താ വെച്ചിട്ട് മൊത്തം കളർ തീം മാറ്റി. കളർ തീം ആദ്യം ഏത് കളർ ഉണ്ടാവുക? ആദ്യം ഒരു കളർ ഇപ്പം ഇങ്ങനെ പറഞ്ഞു തരാം എന്നുള്ളത്. വൈറ്റിലേനില്ല, മേലൊക്കെ വൈറ്റ് ആയി എനിക്ക് ഓർമ്മ ഉണ്ട്. വൈറ്റ് അല്ല, ഇതൊരു അതായത് ഈ സീറ്റ് ബെൽറ്റിൻ്റെ ഒരു കളർ, ഈ ഒരു കളറുണ്ടല്ലേ, ഈ ഒരു കളർ ഇതാണല്ലോ. ഡാഷും കാര്യങ്ങളും എല്ലാം അങ്ങനെയായിരുന്നു. റൂഫും അങ്ങനെ ആയിരുന്നു. മൊത്തം ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്ത്, അതുപോലെ തന്നെ അങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഡിപ്പ് ചെയ്ത് കാർബൺ ഫൈബർ ചെയ്ത് ഡോറിന്റെ ചില ഏരിയകൾ മാത്രം. അതുപോലെ മൊത്തം സാധനം എന്ത് ചെയ്ത് പെയിന്റ് ചെയ്തില്ലേ? പെയിന്റ് ചെയ്ത് റൂഫും ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്ത് റൂഫും ബ്ലാക്കൊക്കെ മാറ്റി നല്ല അറിയണ്ടല്ലേ? ആ ഒരു ചേഞ്ച് മാറ്റം കറക്റ്റ് മനസ്സിലാവുണ്ട്. ഇനി ഈ സാധനം ഫുള്ള് ഡാഷ് ഒക്കെ പെയിന്റ് ചെയ്താലേ? ഞാൻ ഈ വണ്ടി ഒരു ദിവസം കണ്ടേനി, ഞാനും റമീസും കൂടി ഇങ്ങനെ പോണ സമയത്ത് പെട്ടെന്ന് ഈ വണ്ടിന്റെ ബാക്ക് കണ്ട്. അപ്പൊ ഈ റമീസ് പറഞ്ഞ ഇതെന്തായാലും ബാബുടിന്റെ വണ്ടിയാണ്, ഞങ്ങൾ നിർത്തി നോക്കി. അപ്പൊ ഈ വണ്ടിന്റെ ഉള്ളിൽ ഒരു സാധനമില്ല, ഒന്നുമില്ല, AC വർക്കാണ് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് വണ്ടി കണ്ടേനി. പിന്നെ വർക്ക് കഴിഞ്ഞ് വരുമ്പോ കാണാനുള്ളൊരു ത്രില്ലും. അപ്പൊ അതൊന്ന് കണ്ട നമ്മള്. പിന്നെ സ്റ്റീരിയോ അടിപൊളിയാണ്, നല്ല ഫണ്ട് ഒട്ടിച്ചിട്ടുണ്ടല്ലോ. ഏകദേശം 12 രൂപ. ഇത് സംഭവം എന്താ വെച്ചാൽ ഓന്റെ ഫോണ് അത് സെയിം ആവുന്നുണ്ട്. ഫോണിലുള്ള അതേ റേഞ്ച് ഇതിൽ വരുന്നുണ്ട്. ഫോണിലുള്ള അതേ വേറൊരു ഹോട്ട്സ്പോട്ട് കണക്ട് ആക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സ്റ്റീരിയോ ഇതാവുമ്പോൾ. നമ്മളെ ഫോണിലെ നെറ്റ് ഓട്ടോമാറ്റിക് ഇതിൽ ആവുന്നുണ്ട്. ഇതിൽ നമുക്ക് പാട്ടൊക്കെ ഇഷ്ടമുള്ള സെലക്ട് ചെയ്തെടുക്കാം. ഓപ്ഷനാണ് ഐഫോണിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും. നമുക്ക് ഇതിൽ തന്നെ സ്പോട്ടിഫൈയിൽ പാട്ടൊക്കെ ഇടാം. അങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ഗിയർ ലിവർ അല്ലേ? ഗിയർ ലിവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഒരു പോർഷനിലൊക്കെ നിങ്ങൾ കാണുന്നത്. പിന്നെ ഇപ്പൊ മെയിൻ ആയിട്ട് എന്തൊക്കെ ചെയ്ത് സീറ്റ് ബെൽറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റ് പറഞ്ഞില്ല, സീറ്റ് നോക്കി നിങ്ങള്. സീറ്റ് കണ്ടാല് സീറ്റ് മൊത്തം പുതിയതല്ലേ? സീറ്റ് മൊത്തം പുതിയ. ഞാൻ പറയാൻ മറന്നു, സീറ്റ് ഫുള്ള് എന്താ പറയാ ആ സ്റ്റോക്കിൽ നിന്ന് മൊത്തത്തിൽ മാറ്റിയിട്ട് ഈ ഒരു ബക്കറ്റ് ടൈപ്പില്ലേ? ബക്കറ്റ് ടൈപ്പ് ആക്കി. ഈ ഒരു ടൈപ്പ് ബക്കറ്റ് ആക്കിയിട്ടില്ല. ഇതിനാദ്യം ചെറിയൊരു ബക്കറ്റ് ടൈപ്പ് വരിക. ഒന്നുപാടെ ഒന്ന് ചെയ്തുകൊണ്ട് നമ്മൾ പഴയ സ്റ്റോക്കുമ്പോൾ തന്നെ ചെയ്തതാണ്. സ്റ്റോക്കുമ്പോൾ തന്നെ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, ബാക്കിലും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് വണ്ടീൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ. മെയിനായിട്ട് പറയുമ്പോൾ ആ ഒരു തീമാണ് മാറില്ലേ? ലൈറ്റ് ആയിട്ടുള്ള ഒരു തീം ഒരു ഡാർക്ക് മാറി. അതാണ് മെയിനായിട്ട് ഇതിൽ കാണുന്ന ഒരു അട്രാക്ഷന്. പിന്നെ ഡോറിൻ്റെ ഒക്കെ ഇതുപോലുള്ള പോർഷനിലൊക്കെ ആ ഒരു സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം പെട്ടെന്ന് എടുത്ത് കാണും. അപ്പൊ ഇത് ചെയ്യാൻ എന്തെങ്കിലും മാറ്റണോ? ഇല്ല, ഇത് ഡയറക്റ്റ് ഫിറ്റിംഗ് ആണ്. ഇത് അല്ല, ആദ്യം ഈ ഒരു പോർഷനിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവും, തള്ളി ഇങ്ങനെ നിൽക്കും. സ്റ്റോക്ക് സ്റ്റീരിയോ ആണ് വരിക.
സ്റ്റോക്കത്തെ സ്റ്റീരിയോ ഇതേമാതിരി ഇങ്ങനെ തള്ളി നിൽക്കണം തന്നെ? അല്ല അത് ഇവിടെ ആയിട്ട് അത്ര ഇത്ര തള്ളിച്ചുണ്ടാവില്ല. അപ്പൊ ഇത് ഈ ഇവിടെ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്തണോ, മാറ്റിയണോ? ഈ ബോർഡ് അടക്കം മാറ്റിക്കാണ് വേറെ ബോർഡ് കയറ്റിക്കാണ്. ഈ ഒരു ബോർഡ് വേറെ ആണ് അല്ലേ? അപ്പൊ ഇതിങ്ങനെ ഇതിനായിട്ട് വരുന്ന സാധനമാണ്. അപ്പൊ അതൊക്കെ അങ്ങനെ എനിക്ക് അതൊക്കെ ഇനി ഡൗട്ട് ഉണ്ടായിനി. കാരണം ഞാൻ റമീസിനെ കണ്ടപ്പോ ഇതിങ്ങനെ ഈ ഒരു കേവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് ഓന്റെ ഉള്ളത്. ഇതിങ്ങനെ കുറച്ച് വലുതായപ്പോ അതിനുള്ള ബോഡി സാധനമൊക്കെ അപ്പൊ അതൊക്കെ റെഡി. അപ്പൊ അങ്ങനെയൊക്കെയാണ് വണ്ടിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ. സ്റ്റാറിങ് പിന്നെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. തന്നെയാണ് ലുക്ക്, ഏറ്റവും ലുക്ക് ഈ ഒരു തന്നെ ഒരു ചെറിയ റൗണ്ടും ചെറുത്, ആ ഒരു ലുക്കും നൈസാണ്. പിന്നെ സ്വിച്ച് കാണണ്ടല്ലോ ഇവിടെ കുറെ, അതൊക്കെ എന്തൊക്കെ CNG ആവൂലേ? ഒന്ന് CNG സ്വിച്ചാണ്, പിന്നെ ഒരെണ്ണം അടിയിൽ പാർക്ക് വരുന്നുണ്ട്, ഒരു മഞ്ഞ യെല്ലോ ലൈറ്റ് കണ്ടില്ല, അതിനാണ് ഒന്ന്. പിന്നെ അതിന് അടിയിൽ ലൈറ്റ് വരുന്നുണ്ട്, അടിയത്തും ഒരു ലൈറ്റിന്റെ തന്നെയാണ്, പക്ഷെ അടിയിൽ ഇങ്ങനെ കാണുന്നുള്ളൂ. അത് രാത്രി നൈറ്റ് കറക്റ്റ് വ്യൂ കിട്ടും. അതായത് താഴത്തേക്കുള്ള ഫോട്ടോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീൻ കൊടുക്കാൻ വേണ്ടിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇത്ര കാര്യങ്ങൾ. ഇതിൽ നമ്മള് ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പ് അല്ല, മാപ്സ് എല്ലാ സാധനവും ഒരു നൈസ്. നമ്മൾ ഫോൺ എങ്ങനെ യൂസ് ചെയ്യണത് അതുപോലെ ഉണ്ടാവും ഇത് കോൾ ചെയ്യാൻ. നമ്മളെ ഒരു ആപ്പിൾ തീമാണ് ഇതിലുള്ള, iOS തീമാണുള്ളത്. ഈ ഒരു റേഞ്ചിന്റെ ഈ ഒരു സംഭവം കണ്ടാൽ മനസ്സിലാവും ആ ഒരു കറക്റ്റ് ആപ്പിൾ തീമാണ്. സ്പോട്ടിഫൈ നമുക്ക് പാട്ടെല്ലാം ആവശ്യമുള്ള ഇഷ്ടമുള്ള സെലക്ട് ചെയ്തെടുക്കാം. അപ്പം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെയാണ് ഈ വണ്ടീൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ. അപ്പം എന്തായാലും സാധനം നൈസ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗിയർ നോബ്, പിന്നെ മെയിൻ ഇതിങ്ങനെ എന്താ പറയുക വാൾവ് ഓപ്പൺ ആവട്ടോ. ഈ ഒരു സാധനം വലിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ത്രോട്ട് കൊടുത്ത് കാണിച്ചു തരാം. കണ്ടോ, സൈലന്റ് ആവണല്ലോ. സൈലന്റ് ആവാൻ എന്താ ചെയ്യാ? ഓഫ് ആണോ? സൗണ്ട് കേൾപ്പിച്ചു തരാം, ശ്രദ്ധിച്ച് കേട്ടോളേ. ഇത് വിട്ടാൽ നോർമലായി. അതാണ് മാറ്റം. അതൊരു വലിയ ചേഞ്ച് ആണ്. അത് പറയാതെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര മിസ്സായിനി. അപ്പൊ ഇനി ഞാനിങ്ങനെ ഓടിക്കാം. അപ്പൊ അതിന്റെ കുറച്ച് വിഷയം കാണിച്ചു കൊടുക്കുകയും. സീറ്റ് ബെൽറ്റ് മാറിയണല്ലോ. സീറ്റ് ബെൽറ്റ് ഒരു കളർഫുൾ ആക്കിന്നല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും വണ്ടി ഓടിച്ചു നോക്കാം. ഇതുമാതിരിയൊക്കെ ഓടിക്കാൻ അവസരം കിട്ടുള്ളൂ. അത്യാവശ്യം പണ്ട് മുടക്കിയ വണ്ടി ഒന്നും ആരും ഇങ്ങനെ കൈവിട്ട് തരില്ല. എനിക്കും പേടിയുണ്ട് വേറെ ഉള്ള വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള. എല്ലാവരും ഇപ്പോൾ അങ്ങനെയാണെന്നില്ലല്ലോ. പിന്നെ ഇത് ഓടിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. മറ്റേ നോർമൽ വണ്ടി മാതിരിയല്ല. ഈ ജംഗ്ഷനിന്നൊക്കെ എടുക്കുമ്പോഴും സ്റ്റാറിങ്ങോ മതി. നാട്ടു പോലെ തീർക്കാനുണ്ട്. നമുക്ക് വണ്ടി വാഷ് ചെയ്യാൻ അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട്. ഞാൻ വരുന്ന ടൈമിൽ ഈ ഒരു വണ്ടി വാഷ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് കുറച്ച് വിഷ്വൽ കൊടുക്കാം. അപ്പം നമ്മളെന്തായാലും പോവാണ്. ഓടിക്കുന്ന ഒരു വിഷ്വലും കൂടെ കാണിച്ചു തന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു വീഡിയോ അതിൻ്റെ ഒപ്പം ചെയ്യാം. ഓടുന്നൊരു വണ്ടി കയറി വരുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഇപ്പൊ ഏതെങ്കിലും ആൾക്കാരെ കാണുകയാണെങ്കിൽ ഇത് വലിക്കുക, അതാണ് അതിന്റെ സിസ്റ്റം. വിട്ട സ്റ്റോക്കായി അല്ല കുട്ടികൾ ചെയ്യാൻ വേണ്ടിട്ട്. അതിന്റെ സെറ്റപ്പ് ഞാനും പഠിച്ചു. ത്രോട്ട് കൊടുക്കുമ്പോ വലിച്ചാല് സൗണ്ട് വരും. ഇതാകുമ്പോ നമുക്ക് മെച്ചാണ്. കാരണം എന്താ വെച്ചാൽ ഈ റിമോട്ടിന്റെ സാധനമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 3 സെക്കൻഡ് ടൈം കൊടുക്കും. ഒരു ടൈം ഉണ്ട്. ഇതാകുമ്പോ സ്പോട്ടില് അതിന്റെ ഒരു എഫക്റ്റ് കിട്ടും ചെയ്യും. നമുക്ക് ആവശ്യമുള്ളപ്പോ മാത്രം ഓൺ ആക്കിയാൽ മതി. എപ്പോഴും ഓൺ ആക്കിയിട്ട് എന്താ ചെയ്യണ്ട, എണ്ണ വെറുതെ കത്തിക്കണ്ട. സീനാണ് ഇത്. ഒരു വൺ ടച്ച് എന്നൊക്കെ പറയല്ലേ, ഇത് സിമ്പിൾ. ഇത് നൈസ് ആയിട്ടുണ്ട് എന്തായാലും.
ആയിക്കോട്ടെ നേരെ നേരെ പോവാ. അതിലൂടെ പോയ റോഡ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നു. മുത്തിൽ പൊട്ടി പോകും. കുറച്ചും കൂടെ വർക്ക് എടുക്കാനുണ്ട്, ഞാൻ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ എന്നെ വിളിക്കണ്ട്. വർക്ക് ഇനിയും ബാക്കി എടുക്കുന്നുണ്ട്. ഇൻഷാല്ലാ പോയില്ലെങ്കിൽ അതിന്റെ മുന്നേ ഒന്നുകൂടി കാണാലോ നമുക്ക്. എന്തായാലും ഇപ്പൊ അടുത്ത വരവില് എന്തെങ്കിലും പ്രൊഡക്റ്റ് പുതിയത് കണ്ടേക്കണോ, എന്തെങ്കിലും ഓപ്പൺ ആക്കി വെക്കണോ, വേറെ വണ്ടിയോ. ഇതിപ്പോ ഏതായാലും ലോഡായി, ഇനിയിപ്പോ അടുത്ത വണ്ടി ഇത് എടുക്കണം ഇൻഷാല്ലാ. ഈ സഡൻ ടൈപ്പ് മാറ്റിക്കാണ്ട് ഏതെങ്കിലും വലിയ വണ്ടി, ഫോർച്യൂണറോ ഗുജറോ, 4x4 വീൽ ഡ്രൈവ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്ലാനിങ്സ്. അപ്പൊ ഇതുപോലുള്ള റോട്ടിൽ കൂടെ പോകുമ്പോ നല്ല ശ്രദ്ധിക്കണം. അപ്പൊ അല്ലേ ഈ ഒരു എഡ്ജൊക്കെ എടുക്കുമ്പോഴും, എഡ്ജ് എടുക്കുന്നത് മാത്രമല്ല, നമ്മളിത് കളറ് ഒരു ബ്ലാക്ക് തീം ആയതുകൊണ്ട് ഏതെങ്കിലും ചെറിയ പുല്ലോ അതായത് പുള്ളി തട്ടിക്കാണ്ട് ഭയങ്കര സ്ക്രാച്ച് നല്ല രീതിയിൽ കാണിക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് വണ്ടിന്റെ കാര്യങ്ങൾ. അപ്പൊ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കാണുന്നവർക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും, എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അത് സ്റ്റീരിയോന്റെ സൗണ്ട് ക്ലാരിറ്റി കേൾപ്പിച്ചെടുക്കണോ? അത് കേൾപ്പിച്ചു കൊടുക്കാം. അല്ല അത് പോണേക്കില്ല. അപ്പൊ സൗണ്ട് കേട്ടിട്ട് എങ്ങനെയുണ്ട്? സൗണ്ട് ഞാൻ കുറച്ച് ഭാഗം കൊടുക്കുള്ളൂ. എന്തായാലും കൂടുതൽ കൊടുത്താൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും. കൂടുതൽ കൊടുത്താൽ ചിലപ്പോൾ ഒരു ഭാഗം കേട്ടാൽ തന്നെ കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ എന്തായാലും സൗണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഈ സിസ്റ്റത്തിനെ പറഞ്ഞാൽ മൊത്തത്തിൽ സൗണ്ട് സിസ്റ്റത്തിന് ശേഷം ഒരു 4 സ്പീക്കർ വരുന്നുണ്ട്. ബാക്കത്തെ 2 JBLന്റെ ആണ്. മുന്നത്തെ ഏതൊരു കമ്പനി പറഞ്ഞു, കമ്പനിന്റെ പേര് ഓർമ്മയില്ല. ഏകദേശം JBLനെക്കാട്ടിലും റേറ്റ് കൂടുതൽ ഇതിനാണ്. ഈ ഒരു ഫ്രണ്ടിൽ വെച്ച സ്പീക്കറാണ് ഒന്നും കൂടെ റേറ്റ് ഉള്ളത്. ഓക്കെ, ഇതാണ് ചെറിയൊരു ഇത്ര ഉള്ളൂ റോഡ്. കറക്റ്റ് നമ്മൾ കാറ് പോകാനുള്ള ഗ്യാപ്പുള്ളൂ. അവിടുന്ന് ഒരു വണ്ടിക്ക് വന്നിട്ടാണെങ്കിലും ഇടങ്ങാറാണ്. ചെക്കന്മാരുണ്ടല്ലോ, വണ്ടീന്റെ ഫാൻസ് ആണ് മോനെ, ആരാധകരാണ്. ചെക്കന്മാരൊക്കെ ഉണ്ടാവും, ആരാധകരെ ശാന്തരാകുകയും. അതൊക്കെ ലൈറ്റ് ഇടുന്നു, നമ്മളോട് കയറ്റുക, ലൈറ്റ് ഇട്ട് വന്നിട്ട് ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വണ്ടീൻ്റെ കാര്യങ്ങൾ. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഞാൻ ഇവിടെ അതിൻ്റെ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ഗൈസ്. ബാപ്പുട്ടിയെ ഒരു ബൈ പറഞ്ഞ ഓനെ കോല ഇപ്പോഴാണ് നിങ്ങൾ കാണുന്നത്. ഇതുവരെ സൗണ്ട് മാത്രം.